എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല കാരണങ്ങൾ കൊണ്ടും ചില ദിവസങ്ങൾ നമുക്ക് സ്പെഷ്യൽ ആകാറുണ്ട്. ഇന്ന് ഞങ്ങൾക്കും അങ്ങനെ ഒരു ദിവസമാണ്, എ വെരി സ്പെഷ്യൽ ഡേ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞങ്ങളുടേത് ഒരു പ്രവാസി കുടുംബമാണ്. ഞങ്ങളുടെ പപ്പയാണ് പ്രവാസി. ഒരു പ്രവാസിയുടെ കുടുംബം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും ഓണമോ ക്രിസ്മസോ കല്യാണങ്ങളോ അങ്ങനത്തെ ആഘോഷങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ പ്രവാസി നാട്ടിൽ വരുന്ന ദിവസമായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അതെ, നീണ്ട ഒരു വർഷത്തിന് ശേഷം ഞങ്ങളുടെ പപ്പ നാട്ടിൽ വരികയാണ്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തും എൻ്റെ ശബ്ദത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പപ്പയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലെ ഞങ്ങളും. ഞാനും മോളും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡയപ്പർ ബാഗ് പ്രിപ്പയർ ചെയ്യാം. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരമായി എടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ എവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയാലും ദൂരെയാണെങ്കിലും ശരി അടുത്താണെങ്കിലും ശരി 2 ജോഡി എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാതെ ഞാൻ പോകാറേയില്ല. എൻ്റെ ചെറുപ്പകാലത്തെല്ലാം എയർപോർട്ടിൽ പോകാനായിട്ട് പ്രത്യേകം ഡ്രൈവറെ വിളിക്കാറുണ്ടായിരുന്നു. അമ്മ എക്സ്പേർട്ട് ആയതിനു ശേഷം ഇപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മുൻപിട്ട് ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, ഞങ്ങൾ എത്ര സിസ്റ്റേഴ്സ് ആണെന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ 3 പേരാണ്, 3 പെൺകുട്ടികൾ. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വൈകുന്നേരം 5:30ക്കാണ് ലാൻഡിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മണിക്ക് അവിടെ എത്താൻ പാകത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം 1 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി. ഫുഡ് കഴിക്കാതെയാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങളെക്കാളൊക്കെ എക്സൈറ്റഡ് മറ്റൊരാളാണ്. പക്ഷേ എവിടെ കാണുന്നോ എന്തിനാണെന്നോ പോകുന്നതെന്ന് പുള്ളിക്കാരിക്ക് ഒരു പിടിയുമില്ല. അവൾക്ക് കാറിൽ കയറിയാൽ തന്നെ എക്സൈറ്റ്മെൻ്റ് ആണ്. പപ്പയെ കാണുമ്പോൾ ഉള്ള അവളുടെ റിയാക്ഷൻ കാണാനാണ് ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗ്. കുഞ്ഞിന് ഏകദേശം 25 ദിവസം പ്രായമുള്ളപ്പോഴാണ് പപ്പയുടെ ലാസ്റ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പപ്പയ്ക്ക് ഞങ്ങൾക്കും. നമ്മൾ NH വഴിയല്ല പോകുന്നത്, അടൂർ കൊട്ടാരക്കര റൂട്ട് വഴിയാണ് പോകുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടി ഈസി. അടൂർ ബൈപ്പാസ് റോഡിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ച് മൈൻഡ് പോലും ചെയ്തില്ല. അതുകൊണ്ടാണോ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ വിശക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞിരുന്നു. സ്ഥലം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഏത് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് നല്ല കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു അങ്കിളിനെ വിളിച്ച് ചോദിച്ചു. അങ്കിൾ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഹോട്ടൽ പൂർണ്ണപ്രകാശ്. ഈ റൂട്ട് ട്രാവൽ ചെയ്യുന്നവർക്കെല്ലാം ഞാൻ ഈ ഹോട്ടൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ്, എന്നാൽ ഒരുപാട് റേറ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബിരിയാണി മീൽസുമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമല്ല. ഹോട്ടൽ റെക്കമെൻഡ് ചെയ്ത അങ്കിളിനെ വിളിച്ചൊരു താങ്ക്സും പറഞ്ഞു. ഒന്ന് റിഫ്രഷും ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം. അങ്ങനെ ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും NHലെത്തി. അമ്മ ഡ്രൈവ് ചെയ്ത് സഹായിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും എന്നെക്കൊണ്ടത് സാധിക്കില്ല. കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. പേടിയെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രാക്ടീസ് ഇല്ലായ്മ എന്ന് പറയുന്നതായിരിക്കും. ലൈസൻസ് കിട്ടിയപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ ഞാൻ വണ്ടി തൊട്ടിട്ടേയില്ല. ഞങ്ങൾ എയർപോർട്ട് എത്തിയതും പപ്പ പുറത്തിറങ്ങിയതും എല്ലാം ഏകദേശം ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നതേയില്ല. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ടും കൂടി. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അമ്മയുടെ അവസ്ഥയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ദേ നിൽക്കുന്നു നമ്മുടെ ആൾ. അവിടെ ആരോ VIPs വരുന്നത് കൊണ്ട് നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല. കുറേ മുന്നോട്ട് മാറിയാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. പപ്പ വന്നു കഴിഞ്ഞാൽ ഇനി അമ്മയ്ക്ക് ഫുൾ റെസ്റ്റാണ്. ഡ്രൈവിങ് ഫുള്ളായിട്ട് പപ്പ ഏറ്റെടുത്തോളും. ഇതാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ പപ്പയെ കണ്ടത്. അവൾ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പപ്പയൊന്നും കണ്ടതുപോലുമില്ല. അവരവിടെ ഇറങ്ങാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് പപ്പ വന്നതും ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നതും വണ്ടി എടുത്തതും എല്ലാം പെട്ടെന്നായിരുന്നു. കുഞ്ഞാണെങ്കിൽ ആകെ കൺഫ്യൂഷനില്ല, ആരാ എന്താണ് എങ്ങനെയാണെന്നുള്ള. ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങനിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് സീറ്റിൽ ഒരാൾ അവളുടെ സ്ഥിരം പരിപാടി തുടങ്ങി, ചോക്ലേറ്റ് ഹണ്ടിങ്. അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പപ്പ ഒരു സാധനം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരും. അത് ഹാൻഡ് ക്യാരിയിലുണ്ടാവും. ഇതാണ് ആ സാധനം, കുനാഫ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നാൾ കഴിഞ്ഞ് വന്ന ആളെ ശരിക്കും ഒന്ന് കാണാതെ എങ്ങനെ യാത്ര തുടരുക? അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി. കൂട്ടത്തിൽ കുറച്ച് തിരമാലയും കാണാം, വേണമെങ്കിൽ ഒരു ചായയും കുടിക്കാം. അപ്പോഴേക്കും മഴയും ചെറുതായി പെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് പപ്പ ഞങ്ങളെ ശരിക്കൊന്ന് കാണുന്നത്. ഞങ്ങൾ പപ്പയെ. കുഞ്ഞിനെ അനുനയിപ്പിക്കാനുള്ള പപ്പയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവളാണെങ്കിലോ അടുക്കില്ലെന്നുള്ള വാശിയിൽ. ഞങ്ങൾ 5 പേരും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരുപാടൊന്നുമില്ല ഓർമ്മയിൽ ഓർത്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. നീണ്ട പരിശ്രമത്തിനൊടുവിൽ
കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഒരു ചെറു മന്ദഹാസം വിടർന്നു. അത് കണ്ടപ്പോൾ തന്നെ പപ്പയ്ക്ക് ഒരു ചെറിയ ആശ്വാസമായി എന്ന് പറഞ്ഞു. സൺസെറ്റ് കൂടി കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി. തിരിച്ചുള്ള യാത്ര NH വഴിയാകാമെന്ന് പപ്പ പറഞ്ഞു. വേറൊന്നുമല്ല, രാത്രിയായി കഴിഞ്ഞാൽ അടൂർ വഴി പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും. പപ്പയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഈസി NH വഴിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ NH വഴി യാത്ര തിരിച്ചു. ഏകദേശം ഒരു 8:30 സമയമായപ്പോഴേക്കും ഞങ്ങൾ കൊല്ലമെത്തി. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളിയും വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി യാത്രയെന്ന് തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഫുഡ് നല്ല ഫുഡായിരുന്നു. ഞാൻ വീറ്റ് പൊറോട്ടയും ബട്ടർ ചിക്കനും, പിന്നെ ആ ഇരിക്കുന്നത് അമ്മയുടെ വെജിറ്റബിൾ കറിയാണ്. അമ്മ പുറത്ത് എവിടെ പോയാലും വെജിറ്റബിൾ കറീസ് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. അത് അമ്മയുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. പുറത്ത് പോയി നോൺ വെജ് കഴിക്കുകയില്ല, വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്കാർക്കും ആ ദുശീലം കിട്ടിയിട്ടില്ല കേട്ടോ. ചിക്കൻ കറിയുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു. മിൻറ്റ് ലൈമാണ് എൻ്റെ ഗോ ടു ഡ്രിങ്ക്. എപ്പോൾ പുറത്ത് പോയാലും ഞാൻ മിൻറ്റ് ലൈമാണ് കൂടുതൽ ഓർഡർ ചെയ്യാറ്, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഹെവി ഫുഡ് അടിക്ക് ശേഷം. പക്ഷേ ഈ ജ്യൂസിന് കുറച്ച് മധുരം കൂടുതലായിരുന്നു. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ തീർത്തത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 9:30 മണി കഴിഞ്ഞിരുന്നു. യാത്രാവിശേഷങ്ങളും പങ്കുവെച്ച് ഇടയ്ക്ക് കുറച്ച് പാട്ടും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വർഷങ്ങളോളം സ്വന്തം നാട്ടിൽ നിന്നും അകന്ന് ജന്മദിനങ്ങളും ആഘോഷങ്ങളും ചെറിയ കുടുംബ നിമിഷങ്ങളും നഷ്ടപ്പെടുത്തി അവസാനം വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഈ യാത്രകൾ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കുമല്ലേ. കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം അത് എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനേക്കാൾ വിലയേറിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സന്തോഷം കാണുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമുണ്ട് മനസ്സിന്. എല്ലാ പ്രവാസികൾക്കും സുരക്ഷിതമായ യാത്രകളും ആരോഗ്യവും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന ദിവസങ്ങളും ആശംസിക്കുന്നു. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടയേർഡാണ്, ഇനിയൊന്ന് കുളിക്കണം, ഉറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്.